ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നമുക്കൊരു അവിൽക്കഥയായിട്ട് തുടങ്ങാം. അപ്പോൾ പണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എനിക്ക് കുറേ പ്രായമുണ്ടെന്ന്. അപ്പോൾ അത്ര പണ്ടൊന്നുമല്ല, കുറച്ച് പിന്നിലേക്ക്. അപ്പോൾ ആ സമയത്ത് ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിൽ ചില ദിവസങ്ങളിൽ അവിൽ നനച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ സ്കൂൾ വിട്ട് കുറേ നടന്ന് ക്ഷീണിച്ച് വരുന്നതുകൊണ്ട് ഭയങ്കര വിശപ്പുമായിരിക്കും. അപ്പോൾ വരുമ്പോൾ ഇങ്ങനെ നനച്ച് വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റോട് കൂടി വിശപ്പിൻ്റെ ഇതും കൊണ്ടിട്ട് നന്നായി കഴിക്കും. അവലൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് കുളിച്ച് പിന്നെ ഉള്ളത് കളിയാണല്ലോ. പിന്നെ നമ്മൾ കളിക്കാനുള്ളൊരു എന്താ വെച്ചാൽ കളിക്കാനാണ് വേഗത്തിൽ സ്കൂൾ വിട്ട് വരുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ കളിക്കാനായിട്ട് പോയി കളിപ്പാട്ടങ്ങൾ നോക്കുമ്പോൾ കളിപ്പാട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു കളിപ്പാട്ടം ഉണ്ടാവില്ല. അന്ന് ഇതുപോലത്തെ കളിപ്പാട്ടങ്ങൾ വാങ്ങിത്തരാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കളിപ്പാട്ടങ്ങൾ ഇങ്ങനത്തെ കളിപ്പാട്ടങ്ങളൊന്നുമല്ല. കുപ്പീൻ്റെ അടപ്പ്, അങ്ങനത്തെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള കളികളാണ്. ആ സമയത്ത് ചാക്കിനകത്ത് സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഒരു കളിപ്പാട്ടങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ വന്ന് ചോദിക്കുമോ, വീട്ടിൽ ഞങ്ങളുടെ അമ്മയുടെ അമ്മയാണല്ലോ, ഞങ്ങൾ അമ്മമ്മച്ചീന്ന് വിളിക്കുക. ഞങ്ങളുടെ അമ്മമ്മച്ചീനോട് ചോദിക്കും, അമ്മമ്മച്ചി കണ്ടിരുന്നോ എൻ്റെ കളിപ്പാട്ടം? അപ്പോൾ അമ്മമ്മച്ചി ചിരിച്ചും കൊണ്ട് പറയും, ആ കണ്ടല്ലോ, അതുകൊണ്ടാണ് ആ കളിപ്പാട്ടം കൊടുത്തിട്ടാണ് ഇപ്പോൾ അവൽ കഴിച്ചിട്ടുള്ളത്. അവൽ കഴിച്ചേക്കുന്നത് ആ കളിപ്പാട്ടം കൊടുത്തിട്ടാണ്. അപ്പോൾ ആകെ സങ്കടമാവും. അവൽ കഴിച്ചും പോയി, കളിപ്പാട്ടവും ഇല്ല. അപ്പോൾ ഓരോ സ്ഥലത്തുനിന്നും ചില സമയത്ത് നമ്മൾ ചില വീടുകളിലൊക്കെ പോയിട്ട് അവൽ തരുമ്പോൾ ഇത് കഴിക്കുമ്പോൾ മനസ്സിൽ ഇതാണ് ഓർമ്മ വരിക. പണ്ട് സൂക്ഷിച്ച് വെച്ച കളിപ്പാട്ടങ്ങൾ കൊടുത്ത് സ്കൂൾ വിട്ട് വരുമ്പോൾ അവൽ വാങ്ങി വെച്ച് നനച്ച് കഴിച്ച കഥകൾ. ഇങ്ങനെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ ഓരോരോ കഥകൾ, ഓരോ ഭക്ഷണ സാധനങ്ങൾ കാണുമ്പോൾ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കഥകളുണ്ടെങ്കിൽ നിങ്ങളും പറയൂ, നമുക്ക് കേൾക്കാം.